ഹലോ ഫ്രണ്ട്സ്, സച്ചിൻ്റെ ഏവരും ചെമ്മൽപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് ഏവരും സാധിച്ചത്. അങ്ങനെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ വേണ്ടി ഒരു കൂടി ഓർമ്മിച്ചുകൊണ്ട് വീട്ടിലേക്ക് കിടക്കാം. അങ്ങനെ സച്ചിൻ്റെ ഏവരും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ റൊമാൻസ് കഴിഞ്ഞ് നടന്നുകൊണ്ടിരിക്കുക. അതായത് ഒരു വീട് മേടിക്കണം. ആ വീട് ഇതുപോലെ വലിയ വീടായിരിക്കരുത്, ഒരു ഏകദേശം ഒരു ഗ്രാമത്തിലുള്ളതായിരിക്കണം. അത് അത്യാവശ്യം കുറച്ച് പേരുള്ളെങ്കിലും അത് വലിയ വലിയ വീടായിരിക്കും, ചെറിയ വീടായിരിക്കണം. അത്യാവശ്യം അതായത് ഗ്രാമത്തിൻ്റെ അന്തരീക്ഷവും കാര്യങ്ങളും, അതായത് ഒരു നടുമുറ്റവും വരാന്തയും ഉള്ള ഒരു വീടായിരിക്കണം. അങ്ങനെയുള്ള വീടാകുമ്പോഴത്തേക്ക് അത്യാവശ്യം ആൾക്കാരെല്ലാം വന്നിരിക്കണം, നമ്മളത് സഹകരിക്കണം എന്നുള്ള ഇതിലൊക്കെ പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ മേടിക്കാൻ മാത്രമല്ല, അച്ഛമ്മയും അച്ഛനും എല്ലാവരും എൻ്റെ കൂടെ കാണണം, നമ്മുടെ പിള്ളേരൊക്കെ ആയിട്ട് നല്ല സന്തോഷത്തോടെ ജീവിക്കണം എന്നൊക്കെയാണ് സച്ചി രേവതിയോട് പറയുന്നത്. അപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴത്തേക്ക് അടുത്ത് കാണിക്കുന്ന പറയുമ്പോഴത്തേക്ക് പെട്ടെന്ന് സച്ചിക്ക് ഒരു കോൾ വരണം. സച്ചിക്ക് ഒരു കോൾ വരുമ്പോഴത്തേക്ക് സച്ചി ചോദിക്കുന്നുണ്ട്, ഹായ് ആരാൻ ചോദിക്കുമ്പോൾ അത് നമ്മുടെ കാനഡ മാഡം എന്ന് പറയാം. കോളറ്റിനെയാണ് കോളറ്റ്. എന്താണ് മാഡം വിശേഷം എന്ന് പറഞ്ഞാൽ, ഞാൻ ഇവിടെ വന്ന് ഇന്ത്യയിൽ വന്നിട്ടുണ്ട്. ഞാൻ ബാംഗ്ലൂർ നാളെ ഇന്ന സ്ഥലത്തേക്ക് വരും, കേരളത്തിലേക്ക് വരും. അപ്പം എന്നെ ഒന്ന് ഡ്രോപ്പ് ചെയ്യണം, ഫ്ലാറ്റിലേക്ക് ഡ്രോപ്പ് ചെയ്യണം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഓക്കെ മാം, അതിനിപ്പോൾ എന്താ സന്തോഷമുണ്ട് എന്ന് പറഞ്ഞ അപ്പോൾ ശരി എന്ന് പറയാം. അത് കഴിഞ്ഞ് തന്നെ സച്ചി പറയുമ്പോൾ കാനഡ മാഡമാണ്, ഒരു എപ്പോഴും എൻ്റെ ഓട്ടോ അവർ വിളിക്കത്തുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. ശരി, അപ്പം എങ്ങനെയുണ്ട്, നാളെ പോകുന്നുണ്ട്, പോകണം, നമുക്ക് അന്ന് പോയി കിടക്കാൻ പറയുമ്പോഴത്തേക്ക് എന്തിനു കിടക്കാം, നമുക്ക് രാവിലെ വേറെ ഓട്ടോ അല്ല. സച്ചിൻ നേരത്തെ പറഞ്ഞു, വേറെ ഓട്ടോ ഒന്നും ഇല്ല, നമുക്ക് ഈ ഓട്ടം കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് സംസാരിച്ചിരിക്കാൻ പറഞ്ഞ ഒരു രണ്ട് കസേരയൊക്കെ വലിച്ചിട്ട് ഇരുന്ന് സംസാരിക്കുകയാണ് അവർ. പിന്നെ അലരേ നീ എന്നിലേ എന്നുള്ള ആ പാട്ടൊക്കെ പാടി കൊണ്ട് ഉള്ളൊരു റൊമാൻസ് സീനാണ് കാണിക്കുന്നത്. അത് കഴിയുമ്പോഴത്തേക്ക് പിന്നെ അടുത്ത സീൻ കാണിക്കുന്ന, രാവിലെ വണ്ടി എടുത്ത് നമ്മുടെ നീലിമയായിട്ട് പൊക്കോണ്ടിരിക്കുന്നത്. നീലിമ പറയും, എന്നാണ്ട് വിശേഷം എന്ന് ചോദിക്കും. നല്ല വിശേഷം, സുഖമായിട്ടിരിക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്ക്, മാം എന്നെ ഇന്ന് നാട്ടിൽ വരാനുള്ള കാരണം ചുമ്മാ വേറെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും, മെയിനായിട്ട് ഒരു വീട് മേടിച്ചിടണമെന്ന് പറയുമ്പോഴത്തേക്കും, വീട് മേടിച്ചിടണം. അതെ, അപ്പം സ്വന്തമായിട്ട് വീട് ഇത് ചുമ്മാ കടന്നോട്ടെ എന്നുള്ള ഇത് പറയാം. ഇതുപോലെ തന്നെ എൻ്റെ ചേട്ടനും അവനൊരു വലിയൊരു വീട് മേടിച്ചിട്ടുണ്ട്. അവനും ഇങ്ങനെയൊക്കെ തന്നെ, കാരണം ഒരുപാട് പേരൊന്നും ഇല്ല, 2 പേരേ ഉള്ളൂ. പക്ഷെ അവർക്ക് തങ്ങാൻ വേണ്ടി ഒരുപാട് വലിയ വീടൊക്കെ മേടിച്ചിട്ടുണ്ടെന്ന് പറയാം. ശരി, ലൈഫൊക്കെ എങ്ങനെ പോകുന്നു പറയാം. മാം നല്ല വിശേഷം, സുഖമായിട്ട് പോകുമെന്ന് പറയുമ്പോഴത്തേക്ക് മാം പറയും, നീലും പറയും താങ്ക്സ് സച്ചി എന്ന് പറയുമ്പോഴത്തേക്ക്, എന്താ അല്ല വേറെ ഓട്ടോ ഒന്നും ഇല്ലെന്ന് ചോദിക്കുമ്പോഴത്തേക്ക്, ഇന്ന് വേറെ ഓട്ടോ ഉണ്ടെന്ന് ചോദിക്കും. വേറെ ഓട്ടോ ഒന്നും ഇല്ല മാം. അപ്പോൾ താങ്ക്സ് കേട്ടോ, എന്ന് എൻ്റെ കൂടെ തന്നെ നിൽക്കണം എന്ന് പറയുമ്പോഴത്തേക്ക്, മാമിന് ഞാൻ താങ്ക്സ് പറയണ്ടേ, കാരണം ഞാൻ മാം ഇത്ര നാൾ എൻ്റെ കൂടെ നിന്നിട്ട് മാമിന്, കാരണം എല്ലാ പ്രാവശ്യം മാം എൻ്റെ ഓട്ടം തന്നെ വിളിക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് പറയാം, അതെ സച്ചിയുടെ വണ്ടി കയറുമ്പോഴത്തേക്ക് പ്രത്യേക ഒരു വൈബുണ്ട്. കാരണം നല്ല പോസിറ്റീവാണ്, എപ്പോഴും ചിരിച്ച് കളിച്ച് സംസാരിക്കും. കാരണം എപ്പോഴും ഒക്കെ നല്ലൊരു ഇതാന്ന് പറയുമ്പോഴത്തേക്ക് അത് സന്തോഷം. കാരണം വേറെ ഒന്നല്ല, അത് എല്ലാവരും എൻ്റെ കൂടെ എൻ്റെ അടുത്ത് ഇങ്ങനെ പറയും, ഞാൻ ചിരിച്ച് കളിച്ചൊക്കെ സംസാരിക്കുന്നതെന്നൊക്കെ എല്ലാവരും പറയുന്ന പറഞ്ഞപ്പോഴത്തേക്ക് ഓക്കെ ഓക്കെ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത സീൻ കാണിക്കുന്ന പറഞ്ഞാൽ നമ്മുടെ ഇവരാണ്, അതായത് അത് കഴിഞ്ഞ് പറയും എങ്ങനെ പോകുന്നു വീട്ടിലെ കാര്യങ്ങളൊക്കെയാണെന്ന് ചോദിക്കുമ്പോഴത്തേക്ക്, വൈഫ് നന്നായിട്ട് ഇരിക്കുന്ന, സുഖമായിട്ടിരിക്കുന്ന, അവളെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഏറ്റവും കൂടുതൽ എന്നെ ഉത്സാഹിപ്പിക്കുന്നത്. ഞങ്ങൾക്ക് വേറെ വീടുണ്ട്, അത് വേറൊരു വണ്ടിയും കൂടെ ഉണ്ട്, 2 വണ്ടി, അത് വാടകയ്ക്ക് വിട്ടേക്കാന്ന് പറഞ്ഞു. സന്തോഷമുണ്ട് മാം. പിന്നെ കല്യാണം ഒന്നും കഴിക്കുന്നതിന് ചോദിക്കുന്നത്, കല്യാണം കഴിച്ച് എന്നെ കല്യാണം കഴിക്കാനോ, എനിക്ക് പ്ലാനൊന്നും ഇല്ല, ഇപ്പം ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ടല്ലേ ഞാൻ എനിക്ക് ഫ്ലാറ്റൊക്കെ മേടിക്കാൻ പറ്റുന്നത്. മാത്രമല്ല എന്നെ 2 പേര് കളിപ്പിച്ച് അന്ന് അതിൻ്റെ ഒരു വിറ്റ്നസ്സായിട്ട് സച്ചി വന്ന് സൈൻ ചെയ്ത്, ആണോ എത്ര ലക്ഷം രൂപ കളിപ്പിച്ചെന്ന് ചോദിക്കുന്നത്, 50 ലക്ഷം, 50 ലാക്സ്. 50 ലാക്സോ, അയ്യോ അത് നമുക്ക് ഇച്ചിരി കൂടിപ്പോയല്ലോ എന്ന് പറയുമ്പോഴത്തേക്ക് പറയാം, എന്താ ചെയ്യാനാ, ഒരു കാര്യം പറ്റാ സച്ചി, അതിനെ വിട്ടുകള, അതിനെക്കുറിച്ച് ചിന്തിക്കുകയോ വേണ്ട എന്ന് പറയുമ്പോൾ, നമുക്കിങ്ങനെ പോട്ടെ എന്ന് പറയുമ്പോഴത്തേക്ക് മാം എന്താണെന്ന് പറ, ഞാനത് നമുക്ക് നോക്കാമെന്ന് പറയുമ്പോഴത്തേക്ക് സച്ചി കൊട്ടേഷൻ എടുക്കുമെന്ന് ചോദിച്ചു. കൊട്ടേഷൻ നടക്കത്തില്ല, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ കേട്ട് കഴിയുമ്പോഴത്തേക്ക് ന്യായമല്ലാത്ത കാര്യങ്ങൾ സൂപ്പർ ഇടി ഇടിക്കും. അത് എൻ്റെ ഒരു പോളിസിയാണ്. അതുകൊണ്ട് മാമിന് എന്ത് വേണമെങ്കിലും ചെയ്തു തരാൻ കുഴപ്പമൊന്നുമില്ലെന്ന് പറയുമ്പോൾ, എന്തായാലും നോക്കാമെന്നുള്ള രീതി പറഞ്ഞ് അങ്ങനെ പറഞ്ഞുകൊണ്ട് യാത്ര ചെയ്യുകയാണ് അവർ 2 പേരും. അടുത്ത സൈൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രനും ചന്ദ്രമതിയും കൂടെ നടക്കാൻ പോകുമ്പോഴത്തേക്ക്, എന്ത് രസമായിട്ടാ ഇതിലൂടെ നടക്കാൻ പറയുമ്പോഴത്തേക്ക്, നീ അവിടെ നടക്കാനൊന്നും വരത്തിരുന്നു, അവിടെ എല്ലാം ചപ്പും ചവറും ചെളിയും ഒക്കെ ആണല്ലോ ആണെന്നത്. പക്ഷേ അപ്പോൾ അവിടെ വേറെ ആൾക്കാർ നടക്കുന്നുണ്ടോ, അവിടെയൊക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് പണക്കാരൊന്നും ആണല്ലോ ആൾക്കാർ, ഇവിടെ എല്ലാം പണക്കാരില്ല. ഇവിടെ പണക്കാരാകുമ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ ഒരുപാട് പണക്കാരെ കാണാൻ പറ്റും, സംസാരിക്കാൻ പറ്റും, നല്ല ഇടപെടാൻ പറ്റും. അപ്പം നമ്മളും ഒരു പണക്കാർ, അവരും പണക്കാർ, എല്ലാം നല്ല സന്തോഷമുള്ള കാര്യങ്ങളല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് പറയാം, നിനക്ക് വേറെ പണിയൊന്നും ഇതൊക്കെയാണ് ചന്ദ്രമതി എൻ്റെ മനസ്സിൽ കൊണ്ട് നടക്കുന്നത്. പിന്നെ ചേട്ടൻ റിട്ടയർഡ് ഡ്രൈവറാണെന്ന് പറയണ്ട, അതായത് പട്ടാളക്കാരനെന്ന് പറഞ്ഞാൽ റിട്ടയർഡ് പട്ടാളക്കാരെന്ന് പറഞ്ഞാൽ, ചന്ദ്രമതി ആവശ്യമില്ലാതെ സംസാരിക്കായിരുന്നു, എന്നെ കൊണ്ടത് പറ്റത്തില്ല, ഞാൻ എന്നെ ചെയ്ത ജോലി എന്നെ കൊള്ളത്തില്ലെന്നാണോ, കാരണം ഓരോ ജോലിക്കും
അതിൻ്റെതായിട്ട് മാന്യത ഉണ്ട്. ആ മാന്യത കീപ്പ് ചെയ്ത് നമ്മൾ ജീവിക്കുമ്പോഴത്തേക്ക് ദൈവം ആൾക്കാർ നമുക്ക് റെസ്പെക്റ്റ് തരും. അതുകൊണ്ട് ആ കാര്യത്തിൽ നീ എന്നെ നിർബന്ധിക്കുകയെന്ന് പറഞ്ഞു. ഓ പറഞ്ഞിട്ട് കാര്യമില്ല, ഇത് എപ്പോഴും നിങ്ങൾക്ക് ഇങ്ങനെയുള്ളതെന്ന് പറയാം. എന്നിട്ട് പിന്നെ ഞങ്ങൾ നടന്നു പോകുമ്പോഴത്തേക്ക് ഇപ്പോൾ ഒരു വണ്ടി ഒരു കട കാണും. കട കാണുമ്പോഴത്തേക്ക് പറയും നമുക്ക് ഇവിടുന്ന് കരിക്ക് കുടിക്കാന്ന് പറയാം. കരിക്ക് കുടിക്കാനോ എനിക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞു. നിന്റെ തണുപ്പ് നിന്റെ ദേഷ്യം നടക്കാൻ വേണ്ടി കരിക്ക് കുടിച്ചിട്ട് എനിക്ക് വേണ്ടെന്നല്ലേ പറഞ്ഞു പറഞ്ഞ് ചന്ദ്രമ നടന്നോളൂ. അപ്പം വന്നിട്ട് പറയും ചേട്ടാ എനിക്കൊരു കരിക്ക് വേണമെന്ന് പറഞ്ഞ് രവീന്ദ്രൻ പറയുകയാണ്. ശരി ചേട്ടാ, എന്നോട് വിശേഷം നല്ല വിശേഷം. നിങ്ങളിവിടെ വന്നാന്ന് കടക്കാരൻ ചെയ്യും. ഞങ്ങളിവിടെ അടുത്ത എൻ്റെ മോൻ ഒരു വീട് മേടിച്ചിട്ടുണ്ട്. എവിടെ കുന്നപ്പുറത്തെ, അതായത് നമ്മുടെ ഒരു വിശ്വനാഥൻ എന്ന് പറഞ്ഞ ഒരാളുടെ വീട് ആണോ? അപ്പം അതിശയിച്ച് നോക്കുക. അതായത് എന്തോ ഡൗട്ട് അടിക്കുന്നുണ്ട്. ആ ഡൗട്ട് ശരിക്കും ആ വീട് വിറ്റ ആളുടെ അല്ല, അല്ലെങ്കിൽ അഗ്രിമെൻ്റ് എഴുതിയ ആളുടെ അല്ല, വേറെ ആളുടെ. ഇപ്പോൾ ഈ കബളിപ്പ് നടക്കാൻ പോകുന്നുള്ളത് എന്തോ മനസ്സിലായിട്ടുണ്ട്. ആ പുള്ളി ശരി എന്ന് പറഞ്ഞ്, കാരണം എങ്ങനെയുള്ള റൂട്ട് എങ്ങനെയാണെന്ന് പുള്ളിക്ക് മനസ്സിലായില്ല. അതുകൊണ്ട് പുള്ളി ഇങ്ങനെ ആലോചിച്ച് നിൽക്കുവാണ്. എന്നിട്ട് ശരി ഇപ്പോൾ എത്ര ശരിക്കും പൈസ ഒക്കെ കൊടുക്കും, പൈസ ഒക്കെ മേടിച്ചിട്ട് ശരി ആയിക്കോട്ടെ ഇടയ്ക്ക് കാണാം എന്ന് പറയുമ്പോൾ മാർക്കറ്റ് മാർക്കറ്റ് സാർ ഇത്ര ദൂരം ഉണ്ടെന്ന് പറയും. ഓക്കെ എന്നുള്ളപ്പോൾ ഇത് കാര്യങ്ങളെല്ലാം പറഞ്ഞ് അപ്പം രവീന്ദ്രനും അവിടുന്ന് പോവുകയാണ്. ആ സീൻ അങ്ങനെയാണ് കാണിക്കുന്നത്. അടുത്ത കാണിക്കുന്ന സീൻ നമ്മൾ സച്ചിയും നീലിമയും കുറിച്ച് അങ്ങോട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം പറയും നേരെ രജിസ്റ്റർ ഓഫീസിൽ പോകണം എന്ന് പറയുമ്പോഴത്തേക്ക് രജിസ്റ്റർ ഓഫീസിൽ പോയിട്ട് ഡ്രോപ്പ് ചെയ്യുമ്പോഴത്തേക്ക് പറയും മാം ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്തോളാം എന്ന് പറയാം. ഓക്കെ ശരി എന്ന് പറയുമ്പോഴത്തേക്ക് അകത്തോട്ട് കയറി പോകുമ്പോഴത്തേക്ക് അകത്തോട്ട് പോയിട്ട് സച്ചി വണ്ടിയൊക്കെ തുടച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അവിടെ ശ്രുതിയും മറ്റേ ആനന്ദും മൂന്നുപേരും വരുവാണ്. മൂന്നുപേരും വരുമ്പോഴത്തേക്ക് ആനന്ദ് പെട്ടെന്ന് സച്ചിയെ കാണും. അപ്പോൾ ശ്രുതിയോട് ചോദിക്കും ബ്രോയുടെ അനിയനെ വിളിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അവനെന്തിനാ ഞാൻ വിളിക്കുന്നത്, എൻ്റെ വീടിൻ്റെ പരിപാടിക്ക് വേണ്ടി അവനെന്തിനാ വിളിക്കുന്നത്, ഒന്നും കൊണ്ട് സഹായിക്കാത്തവനൊക്കെ എന്തിനാ ഞാൻ വിളിക്കുന്നത് ചോദിക്കുക. ദേണ്ട അവൻ വന്നിട്ടുണ്ട്, ദേണ്ട നിൽക്കുന്നത്. ഇങ്ങനെ നോക്കുമ്പോഴത്തേക്ക് സച്ചിയും ശ്രുതിയും നോക്കുമ്പോഴത്തേക്ക് അവൻ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പം അത് കഴിഞ്ഞ് പറഞ്ഞാൽ അവനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് തന്നെ ഈ ആനന്ദ് പെട്ടെന്ന് ഹായ് ബ്രോ എന്നാ ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ അപ്പോൾ സച്ചി ഇങ്ങനെ തിരിഞ്ഞ് നോക്കുമ്പോഴത്തേക്ക് നിങ്ങളെന്താ ഇവിടെ ചോദിക്കുമ്പോൾ അവിടെ ശ്രുതി പറയണേ ഞങ്ങൾ വീട് എൻ്റെ ആ 3 കോടി രൂപയുടെ വീടില്ലേ, ആ വീടിൻ്റെ രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ നടത്താൻ വേണ്ടിയെന്ന്. അപ്പോൾ അതിന് ക്യാഷ് റെഡിയോ അല്ല, അതിൻ്റെ കാര്യങ്ങളൊക്കെ എത്ര രൂപ ആകും എന്നൊക്കെ ചോദിക്കാൻ വേണ്ടി വരിക, ക്യാഷൊക്കെ റെഡിയാകും എന്ന് പറയാം. അപ്പം നീ എന്തിനാ എവിടെ ചോദിക്കുമ്പോൾ ഞാൻ ബ്രോ എന്താ ഇവിടെ നിന്ന് മറ്റേ ആൾ ചെറുക്കാൻ ചോദിക്കുമ്പോഴത്തെ പറയാം എനിക്കൊരു കസ്റ്റമർ ഉണ്ട്, ആ കസ്റ്റമർ ഒന്ന് ഇവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് അവർക്ക് വേണ്ടി വെയിറ്റിംഗ് എന്ന് പറയാം. ആണ് അപ്പം നിങ്ങളെന്തിനാ 3 പേര് വന്നേക്കുന്നത്, ഒരാൾ വന്നാൽ പോരാന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ശ്രുതി പറയുക അതെ അത് ഞങ്ങളുടെ ഇഷ്ടമാണ്, 3 പേര് വരണോ ഒരാൾ വരണോ എന്നുള്ളത് ഇത് ഞങ്ങളുടെ ഇഷ്ടമാണെന്നൊക്കെ ആളുടെ ശ്രുതി പറയുന്നുണ്ട്. അത് കഴിഞ്ഞു ശരി ആയിക്കോട്ടെ എന്ന് പറയുമ്പോഴത്തേക്ക് അത് പറഞ്ഞേ എടാ നീയും ശ്രീകാന്തെല്ലാം ചേർന്ന് ആ വീട് വിൽക്കാനോ കാരണം എനിക്ക് സ്വത്ത് മേടിക്കാനോ സമ്മതിച്ചില്ലോ, നീയൊക്കെ എന്തൊക്കെ നിൻ്റെയൊക്കെ മനസ്സിലിരിപ്പന്നൊക്കെ എനിക്കറിയാം. പിന്നെ ഒരു കാര്യം വേണ്ടേ, ഞാൻ ഈ 3 മാസം കൊണ്ട് ഈ വീട് മേടിക്കുകയും ചെയ്യും രജിസ്ട്രേഷൻ നടത്തുകയും ചെയ്യണമെന്ന് പറയുമ്പോൾ ആയിക്കോട്ടെ എന്ന് പറയുമ്പോഴത്തേക്ക് എന്നിട്ട് കയറി പോകുമ്പോഴത്തേക്ക് സച്ചി പറയാം ദൈവമേ ഈ മണ്ടനെ ദൈവം തന്നെ കാത്തുള്ള എന്നുള്ള രീതി പറയുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ് അകത്തോട്ട് കയറി കഴിയുമ്പോഴത്തേക്ക് ശ്രുതി ചോദിക്കുവാണ്. അപ്പോൾ അതിൻ്റെ ഒപ്പം നീലിമ ചെന്നിട്ട് രജിസ്ട്രേഷൻ്റെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. രജിസ്ട്രേഷൻ കാര്യങ്ങൾ അവിടെ നീലിമ ചെന്ന് ഒരു പ്രോപ്പർട്ടി മേടിക്കുന്നതിൻ്റെ രജിസ്ട്രേഷൻ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അതിന് ഇന്ന ഡീറ്റെയിൽ എന്ന് പറയുമ്പോഴത്തേക്ക് ശരി എന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ ഡീറ്റെയിൽ ഒക്കെ എടുക്കാൻ വേണ്ടി അകത്തോട്ട് നീലിമ പോകുന്നുണ്ട്. അതിൻ്റെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ ഇവരങ്ങോട്ട് ചെന്നിട്ട് സാർ ഈ രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ഒക്കെ അതിൻ്റെ ആ ആളെ ചെയ്യുന്ന പറയുമ്പോഴത്തേക്ക് ആളെ വേറെ ആളത്ത് പോവുകയാണ്. ചെന്ന് കഴിയുമ്പോഴത്തേക്ക് അവിടെ ചെന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് സാർ ഞങ്ങൾക്കൊരു വീട് മേടിക്കണം. ആ വീട് മേടിച്ചു അതിന് ഞങ്ങൾക്ക് തന്നെ അല്ല അതിൻ്റെ രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണമെന്ന് പറയുമ്പോഴത്തേക്ക് ശരി ഇരിക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് കുറേ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കണം. പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നീലിമ അതിലൂടെ സൈഡിൽ കൂടെ പോകും. അപ്പോഴത്തേക്ക് പെട്ടെന്ന് നോക്കുമ്പോഴത്തേക്ക് ഇവർ 3 ഇരിക്കുന്നത് കാണുന്നു. ഇവർ 2 പേരും കണ്ടപ്പോഴത്തേക്ക് കലി ഇളകിയിട്ട് വയ്യ. പിന്നെ പെട്ടെന്ന് ഒരു ഇമോഷണലിൽ ഇറങ്ങി വന്നിട്ട് സച്ചി പെട്ടെന്ന് വണ്ടി എടുക്കുക, കാരണം എനിക്ക് കാണരുതെന്ന് ഓർത്ത ജീവിതത്തിൽ കാണുന്ന ഓർത്ത ആൾക്കാരില്ല തന്നെ കണ്ടുമുട്ടി, ഇനി അവരുമായിട്ട് യാതൊരു ബന്ധമില്ല, വണ്ടി എടുക്കുമെന്ന് പറഞ്ഞ് പെട്ടെന്ന് വണ്ടി എടുക്കുകയാണ്. വണ്ടി എടുത്ത് കുറേ പൊക്കോണ്ടിരിക്കുമ്പോഴത്തേക്ക് നീലിമ ഭയങ്കര ശോകത്തിലിങ്ങനെ തല ചായച്ച് കിടക്കുവാണ്. ആ സമയത്താണ് നമ്മുടെ സച്ചി ഇങ്ങനെ ആലോചിക്കും. സച്ചി കൊണ്ട് ഡ്രോപ്പ് ചെയ്തിട്ട് സച്ചി തന്നെ ഇന്ന് പിടിച്ചോന്ന് പറഞ്ഞാൽ കുറച്ച് ക്യാഷ് കൊടുക്കണം. ക്യാഷൊക്കെ മേടിച്ചിട്ട് ഇങ്ങനെ മാറി നിൽക്കുമ്പോഴത്തേക്ക് നീലിമ അകത്തോട്ട് കയറിപ്പോകും. അകത്തോട്ട് കയറിപ്പോയപ്പോഴത്തേക്ക് വണ്ടിക്ക് ടയറിന് എങ്ങനെ കുഴപ്പമുണ്ടെന്നൊക്കെ സച്ചി ഇങ്ങനെ നോക്കുമല്ലോ, ഒരു ഓട്ടം കഴിഞ്ഞ് വന്നില്ല, സാധാരണ ഡ്രൈവർമാർ അങ്ങനെ നോക്കുന്നതാണ്. അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ സച്ചിക്ക് ഒരു കോൾ വരുന്നുണ്ട്. ഒരു ഡ്രൈവറാണ് വിളിക്കുന്നത്. എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ അവിടെ ഇല്ല, ഞാൻ സ്റ്റാൻഡിലേക്ക് വരും, ഞാൻ വീട്ടിലോട്ട് പോവുക, കാരണം ഞാൻ ഇന്നലെയാണ് കിടന്നിട്ട് ഉറക്കം വരുന്നത്. ഞാൻ വലിയ എൻ്റെ ചേട്ടൻ മേടിച്ച ബംഗളാവില്ല, അവിടെ കിടന്ന് ഉറങ്ങി, പക്ഷേ നല്ല ഉറക്കം വന്നില്ല, ഇനി പോയി നന്നായിട്ടൊന്ന് ഉറങ്ങണം എന്ന് പറയുമ്പോഴത്തേക്ക് ശരി എന്ന് പറഞ്ഞ് കട്ട് ചെയ്യുമ്പോഴത്തേക്ക് നീലിമ പറഞ്ഞിട്ട് സച്ചി പോകല്ലേ എൻ്റെ ഫയൽ എടുക്കാൻ വിട്ടുപോയെന്ന് പറയുന്നത്. എന്താ ശരി മാഡം എന്ന് പറയുമ്പോഴത്തേക്ക് പെട്ടെന്ന് പോയി ഫയൽ എടുത്ത് കൊടുക്കുമ്പോഴത്തേക്ക് നീലിമ പറയുന്നത് 1 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് അകത്തോട്ട് പോയിട്ട് എന്തിനാ 1 മിനിറ്റ് എന്ന് പറഞ്ഞ്
ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. സച്ചി ഇങ്ങനെ സ്വയം ആലോചിക്കുന്നുണ്ട്. അങ്ങനെ വന്നിട്ടുണ്ടെ പറയും, സച്ചി ഞാൻ ലണ്ടനിൽ വന്നപ്പോഴത്തേക്ക് കാനഡയിൽ വന്നപ്പോഴത്തേക്ക് സച്ചിക്ക് ഒരു ഗ്ലാസ് മേടിച്ചിട്ടുണ്ടായിരുന്നു, കൂളിംഗ് ഗ്ലാസ് മേടിച്ചു എന്ന് മരിച്ചു വന്നാൽ ശരിയാണോ, വെക്കല്ലേ ശരി എന്ന് പറഞ്ഞ് മേടിച്ചിട്ട് വെക്കുമ്പോഴത്തേക്ക് മാം ഒരു ഫോട്ടോ എടുക്കാൻ ചോദിച്ചപ്പോഴത്തേക്ക് ഫോട്ടോ എടുക്കുന്നുണ്ട്. ഫോട്ടോ എടുത്ത് കഴിയുമ്പോഴത്തേക്ക് അടുത്ത ഒരു കൂളിംഗ് ഗ്ലാസ് കൊടുക്കും, ഇത് വൈഫിന് കൊടുക്കണം. അവൾ കൂളിംഗ് ഗ്ലാസ് ഒന്നും വെക്കത്തില്ല മാഡം എന്ന് പറയുമ്പോഴത്തേക്ക് അതൊന്നും കുഴപ്പമില്ല സച്ചി നീ കൊടുക്കുമെന്ന് പറഞ്ഞാൽ മതി, മേടിച്ചോളൂ എന്ന് പറഞ്ഞ് അങ്ങനെ മേടിപ്പിക്കുകയാണ്. മേടിക്കുമ്പോഴത്തേക്ക് സച്ചി പറയുകയാണ്, മാഡം ഒരു കാര്യം വേണ്ട, ഇത് ഞാൻ കൊടുത്താന്ന് പറഞ്ഞാൽ മാഡം തന്നാന്ന് പറഞ്ഞാൽ അവൾ വിശ്വസിക്കത്തില്ല, മാഡത്തിൻ്റെ ഒരു ഫോട്ടോ തരാമെന്ന് എടുക്കട്ടെ. അപ്പോൾ ശരി എന്ന് പറയുമ്പോഴത്തേക്ക് അങ്ങനെ രണ്ടുപേരും നിന്നൊരു സെൽഫി എടുക്കുന്നൊരു സീനാണ് കാണിക്കുന്നത്. അതിന് മുമ്പ് തന്നെ സച്ചി പറയുന്നുണ്ട്, മാഡത്തിൻ്റെ ക്യാഷ്, മാഡത്തിന് ടെൻഷൻ ഉണ്ടെന്ന് തോന്നുന്നു, മാഡത്തിൻ്റെ ക്യാഷ് ആര് മേടിച്ചാലും പറ, നമുക്കത് മേടിച്ചെടുക്കാം, ആര് കളിപ്പിക്കുന്നതായാലും പറ, നമുക്ക് മേടിച്ചെടുക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് സെൽഫി എടുത്ത് തീരുന്നൊരു സീനാണ് നമ്മൾ അവസാനം കാണുന്നത്. നാളെ അടുത്ത വിശേഷമായിട്ട് വരുമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ പറയുന്നു. സൈനിങ് ഓഫ്. താങ്ക് യു.